ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ള വട്ടപ്പാറൻ്റെ ഒരു വേറൊരു കാണാത്തൊരു ഭാഗമുണ്ട്. നിങ്ങൾ അധികം വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലാത്തൊരു ഭാഗത്താണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചകളാണിത്. ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ വട്ടപ്പാറ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ്. ഇവിടെ വളരെ താഴ്ചയിലൂടെ ആണ് റോഡ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ മണ്ണിട്ട ഹൈറ്റിൽ, വളരെ ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട്. കട്ട വെച്ച് അങ്ങോട്ട് പോകാൻ തന്നെ പേടിയാണ്, അത്രയ്ക്ക് ഹൈറ്റിന് വീടൊക്കെ ഉണ്ട്. ഇവിടെ താഴെ നല്ല ഹൈറ്റിൽ ഇവിടെ കട്ട വെച്ച് പൊക്കിയിട്ടുണ്ട്. സർവീസ് റോഡാണ് ഈ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ മെയിൻ റോഡിൻ്റെ ക്രാഷ് ബാരിയറും ഭിത്തിയൊക്കെ കെട്ടിയത് കാണാം. അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഞാനും നോക്കാറുണ്ട്. ഈ ഭാഗത്തൊന്നും അങ്ങനെ വീഡിയോ ആരും കാണിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല ഹൈറ്റിൽ നിന്ന് കെട്ടിപ്പൊക്കിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഭാഗത്തൊക്കെ മണ്ണ് ഇതാക്കിയിട്ട് നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ഒരു മല പോലെ ഉള്ള ഭാഗം. അതൊക്കെ ഇടിച്ചാണ് അങ്ങോട്ടാണ് ഇനി ഹൈവേ കടന്നു പോകുന്നത്. മഴ ഉള്ളത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള വെള്ളമൊക്കെ ഒഴുകി പോയത് കാണാൻ നിങ്ങൾക്ക്. മണ്ണും അതുപോലെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പോയതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളെ ഹെൽപ്പുകളെ അറിയിക്കുക. അപ്പോൾ നമ്മൾ വയഡക്റ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ആരും അങ്ങനെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് തന്നെ ഇതാണ് ഹൈവേ കടന്നു പോകുന്ന ഭാഗം. ഇവിടെ ഒരു ചെറിയ ഇടിച്ച് നിരത്തി ആണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇതാണ് പുതിയ ഹൈവേ കടന്നു പോകുന്ന ഭാഗം. ഇവിടെ പറഞ്ഞാൽ വളരെ താഴ്ന്നൊരു ഭാഗമാണ്. ഇവിടെ മണ്ണിട്ട് പൊക്കിയതാണ്. നല്ല ഹൈറ്റിൽ മണ്ണിട്ട് പൊക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുണ്ട്. അതുപോലെ സൈഡ് വാള്, ഈ സൈഡ് വാളൊക്കെ നല്ല ഹൈറ്റിലാണ് കിടക്കേണ്ടത്. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുള്ള ഹൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി വയഡക്റ്റിൻ്റെ ഭാഗത്തോട്ട് പോയി നോക്കാം, അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് ആ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്തോട്ട് വന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ മലഭാഗം ഇടിച്ച് നിരത്തിയിട്ടുള്ള കാണാം. ഇവിടുന്ന് ഒരു സൈഡിൽ പാറയൊക്കെയാണ്, അതൊക്കെ പൊട്ടിച്ച് നിരത്തി വെച്ച് കാണാം. ഈ ഭാഗത്തൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയേക്കാം. ഇതാണ് പഴയ റോഡ്. അപ്പോൾ വട്ടപ്പാറ ഭാഗത്തോട്ട് ഇനി പോയി നോക്കാം. അപ്പോൾ വീണ്ടും ആ മഹാനിർമ്മിതിൻ്റെ അടുത്തേക്കൊന്ന് വന്നിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഇതിൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ ഇവിടേക്ക് വന്നതാണ്. ഇതിൻ്റെ ഒരു ഒട്ടുമിക്ക ഭാഗങ്ങളിൽ വർക്കും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ വയഡക്റ്റിൻ്റെ പണി ഇവിടെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി സ്ലാബ് വാർക്കുന്ന പണി നടക്കാനുള്ളൂ. ബാക്കിയൊക്കെ വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ നല്ല സ്ലാബ് വാർക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. താഴെ പോയി വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചളിയാണ്, ആകെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നൊരിക്കലാവാം. ഈ ബീമിലൊക്കെ ഒരു പ്രത്യേകതരം ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനാ അറിയില്ല. ഇത്തരത്തിലുള്ള ഒരു ഹോളുകൾ കാണാം. എല്ലാ തൂണിലുണ്ട്. അത് കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് എന്താ ഒരു എന്തിനുള്ളതാണ് അറിയില്ല. ഇത്തരത്തിലുള്ളൊരു ഹോളുകൾ കാണാം. അപ്പം നമ്മൾ പിന്നീട് അവിടെ താഴെ ഇറങ്ങിപ്പോയിട്ട് വീഡിയോ ചെയ്യും ഫുള്ളായിട്ട്. മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കാണാത്തവർക്ക്
വട്ടപ്പാറ എന്ന് അടിച്ചു നോക്കിയാൽ കാണാം. ഇത്തരത്തിലുള്ള ഗർഡറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർക്കൊക്കെ നടക്കുന്നത്. ഇതാണിപ്പോൾ ഈ ഭാഗത്തുള്ള കാഴ്ച. അപ്പോൾ നമുക്ക് ഇനി മറ്റു ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം. എന്താണെന്ന് അറിയില്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം. നമുക്ക് സുന്ദരമായൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് വയഡക്റ്റിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗം കാണാം. പക്ഷേ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വേറൊരു ദിവസം പിന്നീട് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യും. നല്ല ഹൈറ്റിലൂടെയാണ് പാലം കടന്നു പോകുന്നത്. അപ്പോൾ അതിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരിക്കും. ഇതാണ് ആ ഭാഗത്തു നിന്നുള്ള കാഴ്ച. അപ്പോൾ താഴോട്ട് പോകാൻ വണ്ടി പോകാത്തതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാൻ. ഒരു തരത്തിലും വണ്ടി പോകാൻ പറ്റും തോന്നുന്നില്ല. JCB ക്രെയിന് അതുപോലെ വലിയ ട്രിപ്പറുകളൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ റോഡ് വളരെ മോശമാണ് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ. ഏതായാലും ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ടൊക്കെ പോയിട്ട് വീഡിയോ കാണിക്കും. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ പോവുക, വേറെ വഴിയില്ല. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച. നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഇതുപോലെ ഇപ്പോഴും ഇതുപോലെ ബീമൊക്കെ കൊടുത്ത് സ്റ്റാൻഡുമ്പോൾ നിർത്തിയിട്ട് കാണാം. അപ്പോൾ സോറി ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ് ഇതിൻ്റെ ഭാഗത്ത് ഓരോ ഹോളുണ്ടെന്ന്. അത് ഇതുപോലുള്ള ഈ റാഡുകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇങ്ങനെ തൂണില്ലാത്ത ഭാഗത്ത് ഇങ്ങനെ കൊടുത്ത് നിർത്താനുള്ള ഒരു സംവിധാനം ഇന്ന് അതിന് വേണ്ടിയുള്ള ഹോളുകളെ ഇന്ന് ആ കാണുന്ന നെറ്റ് ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ്, അത്തരത്തിൽ നെറ്റ് ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് തൂണില്ലാതെ ഇങ്ങനെ ബീം നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോളുകളെ ഇന്ന് അപ്പോൾ അത്രക്കും നല്ല അടിപൊളി ടെക്നോളജി ഐഡിയപരമായിട്ടുള്ള വർക്കൊക്കെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഭയങ്കര ഹൈറ്റിലുള്ള തൂണുകളാണ് ഈ വയഡക്റ്റിൻ്റെ മുകളിലൂടെ ഇതിനു വേണ്ടി നിർമ്മിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ സാധാ തൂണൊക്കെ കൊടുത്തുള്ള ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതാണ് അപ്പുറത്ത് കണ്ടത് നേരത്തെ നമ്മൾ ഹോളുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.